ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോമ്പസ് എജു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് ലിറ്റിൽ കൈറ്റ്സ് ക്വസ്റ്റ്യൻസുമായിട്ട് ആണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ലിറ്റിൽ കൈറ്റ്സിന് പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലിറ്റിൽ കൈറ്റ്സിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മെയിൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതേപോലെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 വീഡിയോ കാണാത്തവർ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പാർട്ട് 1 വീഡിയോ കാണാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലിൽ ലിറ്റിൽ കൈറ്റ്സിൻ്റെ എല്ലാവിധ അപ്ഡേറ്റ്സും ഈ ചാനലിൽ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് സോഷ്യൽ മീഡിയ ആപ്പ്. അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സോഷ്യൽ മീഡിയ ആപ്പ് ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സോഷ്യൽ മീഡിയ ആപ്പ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ആപ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫേസ്ബുക്ക്, അതേപോലെ അങ്ങനത്തെ പല ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ മൊബൈലിൽ ഓൾറെഡി ഉണ്ട് ആപ്ലിക്കേഷൻസൊക്കെ, സോഷ്യൽ മീഡിയ ആപ്സ്. പക്ഷേ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സോഷ്യൽ മീഡിയ ആപ്പ് ഒന്ന് നോക്കി കിട്ടാൻ സാധ്യതയില്ല. എന്നാലും ഒന്ന് ഊഹിക്കുക, നിങ്ങൾക്കുള്ള ചാൻസാണ്. ഊഹിച്ച് നോക്കുക. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഇലമെൻസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇലമെൻസ് ആണ് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിയസ്ലി ഡെവലപ്ഡ് സോഷ്യൽ മീഡിയ ആപ്പ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സോഷ്യൽ മീഡിയ ആപ്പ് ഇലമെൻസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക. ഈ ചോദ്യം ചിലപ്പോൾ ഈ ലിറ്റിൽ കൈറ്റ്സിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ തെറ്റിപ്പോരുത്. ഇലമെൻസിൻ്റെ ലോഗോയും ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. ഇലമെൻസിൻ്റെ ലോഗോ നമ്മൾ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ചോദ്യവും ഇലമെൻസ് തന്നെയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ലോഞ്ച്ഡ് ഇലമെൻസ് ആപ്പ്? ഇലമെൻസ് ആപ്പ് ആരാണ് ലോഞ്ച് ചെയ്തത്? അപ്പോൾ ഇത് നിങ്ങൾക്ക് അത്ര പിടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇലമെൻസ് എന്നുള്ള ടോപ്പിക് ആദ്യമായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ തുടർച്ചയായിട്ടും ഇലമെൻസിൻ്റെ 2 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇലമെൻസ് ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അതായത് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള വെങ്കയ്യ നായിഡു ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഹു ലോഞ്ച്ഡ് ഇലമെൻസ് ആപ്പ്? വെങ്കയ്യ നായിഡു ആണ് ഇലമെൻസ് ആപ്പ് ലോഞ്ച് ചെയ്ത വ്യക്തി. അത് ഓർത്തിരിക്കുക, നന്നായിട്ട് ഓർത്തിരിക്കുക. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സോഷ്യൽ മീഡിയ ആപ്പ് ഇലമെൻസ് ആപ്പ് ലോഞ്ച് ചെയ്ത വ്യക്തി വെങ്കയ്യ നായിഡു. ഇത് രണ്ടും ഷുവറായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലേക്കും തലയിലേക്കും കയറ്റുക. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ IT@2 സ്കൂൾ എന്ന് പറഞ്ഞ പ്രോഗ്രാം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഉബണ്ടു സ്കൂളിലുള്ള ഉബണ്ടുകളിൽ നമുക്ക് നോക്കിയാൽ കാണാം. IT@2 സ്കൂളിൽ നിന്ന് നമ്മുടെ വാൾപേപ്പറിൽ ഉണ്ടാവും. അത് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളിൽ ചില പേജുകളിൽ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് പോലെ കൊടുക്കുന്നത് ഈ ഉബണ്ടുവിലുള്ള ഫെറ്റ് നോക്കി ചെയ്യാൻ പറയണം. അങ്ങനെ ജിയോജീബ്ര നോക്കി ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ IT@2 സ്കൂൾ എന്നായിരിക്കും കൊടുക്കുക. IT@2 സ്കൂൾ ഉബണ്ടു ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ IT@2 സ്കൂള് നിലവിൽ വന്ന വർഷമാണ് നമ്മൾ ആദ്യത്തെ ചോദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം IT@2 സ്കൂളിനായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. IT@2 സ്കൂൾ പ്രോഗ്രാം ഇൻ കേരള വാസ് സ്റ്റാർട്ടഡ് ഇൻ ഏത് വർഷമാണ് IT@2 സ്കൂൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2001 ഉത്തരമായിട്ട് വരുന്നത്. 2001. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യവും IT@2 സ്കൂളായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉബണ്ടു സോഫ്റ്റ്വെയർ എടുക്കുമ്പോൾ തന്നെ IT@2 സ്കൂളിൽ നിന്ന് എഴുതി കാണിക്കുന്നു വാൾപേപ്പറിൽ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് നമ്മൾ നോക്കണത്. അതായത് ഉബണ്ടു ഏത് ഉബണ്ടുവിൻ്റെ വേർഷനാണ് നമ്മുടെ ലാപ്ടോപ്പുകളിൽ, അതായത് സ്കൂളുകളിലെ ലാപ്ടോപ്പുകൾ നമുക്ക് പഠിക്കാനുള്ളത്, ലിറ്റിൽ കൈറ്റ്സിനൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള
ഉബണ്ടുവിൻ്റെ ഏത് വേർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പല വേർഷൻസ് ഉബണ്ടു ഇറക്കിയിട്ടുണ്ട് അതിനുശേഷവും. അതിനകത്തൊന്നും നമ്മൾ ഇതുപോലത്തെ സ്കൂളിന് വേണ്ടി ചെയ്യാത്തതാണ് അല്ല. ഇതിപ്പോൾ സ്കൂളിൽ നമ്മൾ ഉപയോഗിക്കുന്ന IT ടു സ്കൂൾ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ലിറ്റിൽ കൈസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഉബണ്ടു വേർഷനാണ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഉബണ്ടു അതായത് ഗ്നു ലിനക്സ് ഉബണ്ടു 18.04 വരുന്നത്. 18.04 അതാണ് നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഗ്നു ലിനക്സ് ഉബണ്ടു 18.04 ഉത്തരമായിട്ട് വരുന്നത്. അത് ഓർത്തിരിക്കുക. അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 2 പോർഷൻസാണ് കവർ ചെയ്യുന്നത്. അതായത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ജനറൽ IT വിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും ICT വിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത്, നമ്മുടെ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കിടക്കുന്ന ഈ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ IT ബുക്കിൽ നിന്ന്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ബേസ്ഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. മലയാളം ഡിക്ഷണറി ഇൻ ഉബണ്ടു. ഉബണ്ടുവിലെ മലയാളം ഡിക്ഷണറി ഏതാണെന്ന് വെച്ചാൽ തീരമാണ് ഉത്തരമായിട്ട് എഴുതുന്നത്. തീരത്തിൻ്റെ ലോഗോ നിങ്ങൾക്ക് കാണാം, ഒരു ഡിക്ഷണറി പോലെ അവിടെ വച്ചിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ തീരം എന്ന് എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ. അപ്പോൾ മലയാളം ഡിക്ഷണറി ഇൻ ഉബണ്ടു തീരമാണ്. മലയാളം ഡിക്ഷണറി ഇൻ ഉബണ്ടു തീരം. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഡാഷ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു ലേൺ ആൻഡ് പ്രാക്ടീസ് ടൈപ്പ്. നമ്മുടെ IT വിക്ടേഴ്സ് ക്ലാസ്സിൽ സാറ് പറഞ്ഞൊരു ചോദ്യമാണ്. അതേപോലെ ടെക്സ്റ്റ് ബുക്കിലും നല്ല വ്യക്തമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ് ഇതിപ്പോൾ. ഡാഷ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു ലേൺ ആൻഡ് പ്രാക്ടീസ് ടൈപ്പിംഗ്. ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെ ടച്ച് ആണ് ഉത്തരമായിട്ട് വരുന്നത്. കെ ടച്ചിൻ്റെ ലോഗോയും നിങ്ങൾ ശ്രദ്ധിക്കുക. കെ ടച്ചിൻ്റെ ലോഗോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അത് നോക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സുപരിചിതമായൊരു പെൻഗ്വിനുണ്ട്, ടക്സ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ടക്സ് എന്നുള്ളതാണ് ആ പെൻഗ്വിൻ്റെ പേര്. അപ്പോൾ ഈ പെൻഗ്വിൻ ആരാണ് രൂപകൽപ്പന ചെയ്തത്? നമ്മളൊരു പഴം ഉണ്ടാക്കുമ്പോഴും ഒരു രൂപകൽപ്പന ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പെൻഗ്വിൻ്റെ പടം, ഹൂ ഈസ് ദ ക്രിയേറ്റർ ഓഫ് ടക്സ്? ഈ പെൻഗ്വിൻ്റെ പേരാണ് ടക്സ്. ഹൂ ഈസ് ദ ക്രിയേറ്റർ ഓഫ് ടക്സ്? ആരാണ് ടക്സിൻ്റെ ക്രിയേറ്റർ? ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാരി ഇവിങ് ആണ് ടക്സ് എന്ന പെൻഗ്വിൻ്റെ ക്രിയേറ്ററായിട്ട് വരുന്നത്. ലാരി എവിങ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, നമ്മളെ കോമി യൂസ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ കാണാം URL എന്ന് എഴുതി ചെയ്യണത്. അപ്പോൾ ഈ URLൻ്റെ ഫുൾ ഫോം എന്താണ്? പല ഫുൾ ഫോമുകളും നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മളിവിടെ കുറച്ച് ഫുൾ ഫോംസാണ് എടുക്കുന്നുള്ളൂ. നമ്മൾ എപ്പോഴും നിങ്ങളെ ഫുൾ ഫോംസ് പറഞ്ഞ് ബോറടിപ്പിക്കുക ഉദ്ദേശിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഫോം ഓഫ് URL കഴിഞ്ഞ് നമ്മൾ ഓരോ വീഡിയോകളിലായിട്ടാണ് ഓരോന്നിൻ്റെ ഫുൾ ഫോം ഇടയ്ക്കൊക്കെ വെച്ച് പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അധികം ബോറടിക്കില്ല. ജസ്റ്റ് പഠിച്ചു പോവുകയോ എഴുതി പോവുകയോ ചെയ്യാം. നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. ഏതെങ്കിലും ഒരു നോട്ട് ബുക്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും. ഇൻ കേസ് മറന്നു പോയാൽ നമുക്ക് നോക്കാൻ പറ്റും. അറിയില്ലാത്തത് മാത്രം നിങ്ങൾ എഴുതി വയ്ക്കുക. ഈ വീഡിയോയിൽ പറയുന്നതിൽ അറിയില്ലാത്തത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഫുൾ ഫോം ഓഫ് URL അതിന് ഉത്തരമായിട്ട് വരുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അതാണ് URLൻ്റെ ഫുൾ ഫോം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതായിരുന്നു? ഒരു ഡിക്ഷണറിയുടെ തന്നെ ചോദ്യമാണ്. ഇംഗ്ലീഷ് ഡിക്ഷണറി ഇൻ ഉബണ്ടു. നമ്മൾ നേരത്തെ പറഞ്ഞത് മലയാളം ഡിക്ഷണറി ഇൻ ഉബണ്ടു ആണ്. അതെല്ലാവർക്കും അറിയാം, ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ തീരമാണ് ഉത്തരമായിട്ട് വരുന്നത്. മലയാളം ഡിക്ഷണറി ഇൻ ഉബണ്ടു. പക്ഷേ ഇംഗ്ലീഷ് ഡിക്ഷണറി ഇൻ ഉബണ്ടു. ഉബണ്ടുവിൽ മലയാളം ഡിക്ഷണറി ഉണ്ട്, ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഡിക്ഷണറി ഇൻ ഉബണ്ടു ആണ് ഏത്? അർത്ഥയാണ് നമ്മുടെ ഇംഗ്ലീഷ് ഡിക്ഷണറി ഇൻ ഉബണ്ടു. ഇംഗ്ലീഷ് ഡിക്ഷണറി ഇൻ ഉബണ്ടു അർത്ഥ. ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഒരു ജനറൽ വിഭാഗത്തിൽ വരുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് ആൻഡ്രോയിഡ് 9? അതാണ് നമ്മുടെ ചോദ്യം. ആൻഡ്രോയിഡ് 9 എന്ന പതിപ്പിൻ്റെ മറ്റൊരു പേര്
എന്താണ്. ആൻഡ്രോയിഡ് 10 ആൻഡ്രോയിഡ് 10 തന്നെയാണ് വിളിക്കുന്നത്, വേറെ പേരൊന്നുമില്ല. അതേപോലെ ആൻഡ്രോയിഡ് 11 അതിനെയൊക്കെ നമ്മൾ ആൻഡ്രോയിഡ് 11 തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ ആൻഡ്രോയിഡ് 9 മാത്രം മറ്റൊരു പേരിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് ആൻഡ്രോയിഡ് 9? ആൻഡ്രോയിഡ് 9ൻ്റെ മറ്റൊരു പേരാണ് ആൻഡ്രോയിഡ് പൈ. നിങ്ങൾക്ക് 2 പിക്ചേഴ്സ് കാണാം, ഇത് രണ്ടും ആൻഡ്രോയിഡ് പൈയുടെ തന്നെ ചിഹ്നങ്ങളാണ്. ആൻഡ്രോയിഡ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് ആൻഡ്രോയിഡ് 9? ആൻഡ്രോയിഡ് 9ൻ്റെ മറ്റൊരു പേരാണ് ആൻഡ്രോയിഡ് പൈ, അല്ലെങ്കിൽ പൈ എന്നും പറയും. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ വിച്ച് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു മേക്ക് മാർക്ക് ലിസ്റ്റ് ഇൻ ഉബുണ്ടു? ഇത് നമ്മൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററിനായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മളെല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. വിച്ച് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു മേക്ക് മാർക്ക് ലിസ്റ്റ് ഇൻ കമ്പ്യൂട്ടർ, അല്ല ഉബുണ്ടു. ഇനി ഉബുണ്ടുവിൽ മാർക്ക് ലിസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് സോഫ്റ്റ്വെയറാണ്? അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ലിബർ ഓഫീസ് കാൽക്കാണ്. അതായത് സ്പ്രെഡ്ഷീറ്റ് രൂപത്തിൽ നമുക്ക് മാർക്ക് ലിസ്റ്റാണ്. മാർക്ക് ലിസ്റ്റ് എപ്പോഴും സ്പ്രെഡ്ഷീറ്റ് രൂപത്തിലായിരിക്കും. അപ്പോൾ അതേപോലത്തെ മാർക്ക് ലിസ്റ്റൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് ഈ ലിബർ ഓഫീസ് കാൽക്ക്. അതേപോലെ ഗ്രാഫൊക്കെ വരച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ലിബർ ഓഫീസ് കാൽക്കിൽ. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ഉബുണ്ടുവിലെ സോഫ്റ്റ്വെയറാണ് ലിബർ ഓഫീസ് കാൽക്ക് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ വിച്ച് ആപ്ലിക്കേഷൻ ഈസ് യൂസ്ഡ് ടു മേക്ക് സ്ലൈഡ് പ്രസൻറ്റേഷൻ? നമ്മൾ സ്ലൈഡ് പ്രസൻറ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലിബർ ഓഫീസ് ഇംപ്രസ്. അതായത് വിച്ച് ആപ്ലിക്കേഷൻ ഈസ് യൂസ്ഡ് ടു മേക്ക് സ്ലൈഡ് പ്രസൻറ്റേഷൻ ഫയൽസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ലിബർ ഓഫീസ് ഇംപ്രസ്. അപ്പോൾ ലിബർ ഓഫീസ് ഇംപ്രസ് പഠിച്ചു, അതേപോലെ ലിബർ ഓഫീസ് കാൽക്കും പഠിച്ചു. പിന്നെ ഒരു ലിബർ ഓഫീസ് ഓണി ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകണുള്ളൂ. ലിബർ ഓഫീസ് റൈറ്റർ, അത് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ആണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ, പിന്നെ പിക്ചർ ഇൻപുട്ട് ചെയ്ത് നമ്മൾ ഒരു പേജൊക്കെ തയ്യാറാക്കാൻ വേണ്ടി, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ലിബർ ഓഫീസ് റൈറ്റർ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ആണ് നമ്മുടെ അടുത്ത ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ആൻഡ്രോയിഡ് 9ൻ്റെ മറ്റൊരു പേര് നമ്മുടെ ആൻഡ്രോയിഡ് പൈ എന്നൊക്കെ നമ്മൾ പറയാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, ആൻഡ്രോയിഡ് പൈ ഓർക്കുന്നുണ്ടോ എല്ലാവരും? എല്ലാവരും ഓർക്കുന്നുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് പൈ എന്നുള്ളത് ആൻഡ്രോയിഡ് 9ൻ്റെ മറ്റൊരു പേരാണ് ആൻഡ്രോയിഡ് പൈ എന്നുള്ളത്. അത് ഓർക്കുന്നുണ്ട് എല്ലാവരും. ഇപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ, അതായത് ഏറ്റവും പുതിയ വേർഷൻ ആൻഡ്രോയിഡിൻ്റെ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അതിൻ്റെ ലോഗോ അടക്കം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ആൻഡ്രോയിഡ് 11 ആണ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായിട്ട് വരുന്നത്. അപ്പോൾ ലോഗോ തന്നിട്ടും ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ മിക്കതിൻ്റെ ലോഗോ അടക്കം കൊടുക്കുന്നത്. ആൻഡ്രോയിഡ് 11 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് സക്സസ്ഫുൾ ഡിഫറൻസ് എൻജിൻ വാസ് മെയ്ഡ് ബൈ. അതായത് ഡിഫറൻസ് എൻജിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് കമ്പ്യൂട്ടറിൻ്റെ പഴയകാല ഒരു രൂപമാണ് ഡിഫറൻസ് എൻജിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഡിഫറൻസ് എൻജിൻ ആരായിരിക്കും ഉണ്ടാക്കിയിരിക്കണേന്ന്. അതായത് കമ്പ്യൂട്ടറിൻ്റെ പിതാവായിട്ടുള്ള ചാൾസ് ബാബേജ് ആണ് ഡിഫറൻസ് എൻജിൻ ഉണ്ടാക്കിയത്. അതേപോലെ ഉബുണ്ടുവിൻ്റെ നമ്മുടെ IT വിക്ടേഴ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ സാറ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഈ പോർഷൻസിൽ. ചാൾസ് ബാബേജ് ആണ് അനലിറ്റിക്കൽ എൻജിൻ രൂപകൽപ്പന ചെയ്തത്, അതേപോലെ തന്നെ ഡിഫറൻസ് എൻജിനും. അത് നമ്മൾ അടുത്ത ചോദ്യമായിട്ട് വരുന്നതാണ് ഹു ഇൻവെൻറ്റഡ് അനലിറ്റിക്കൽ എൻജിൻ. അതും ചാൾസ് ബാബേജ് തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. ചാൾസ് ബാബേജ് തന്നെയാണ് അനലിറ്റിക്കൽ എൻജിനും ഡിഫറൻസ് എൻജിനും ഇൻവെൻറ്റ് ചെയ്തേക്കുന്നത് ചാൾസ് ബാബേജ് ആണ്. അതേപോലെ തന്നെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നതും ചാൾസ് ബാബേജ് ആണ്. എല്ലാവർക്കും അറിയായിരിക്കും ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. ഇത് രണ്ടും ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. ഇതിന് ഞാൻ ഒരു കുറച്ച് സമയം തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. ഞാൻ ചോദ്യം വായിക്കാം. വിച്ച് ഓഫ് ദിസ് ഈസ് എ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? നിങ്ങൾക്ക് 4 ലോഗോയാണ് തന്നിരിക്കുന്നത്.
അപ്പം ഞാൻ ലോഗോൻ്റെ ഒന്നും പേര് പറയില്ല, നിങ്ങൾ ജസ്റ്റ് ആ ലോഗോ മാത്രം നോക്കിയിട്ട് ജസ്റ്റ് കണ്ടുപിടിക്കുക. ഞാൻ കുറച്ച് സമയം തരാം. അപ്പോൾ ടൈം ഓവർ. ഇപ്പം മനസ്സിൽ കിട്ടിയിട്ടുള്ളവർ അവിടെ ഇത് ചെയ്യുക. ഇപ്പം നമ്മൾ ഉത്തരം പറയാൻ പോവാണ്. ഇപ്പോൾ നോട്ട് ബുക്കിലൊന്ന് കുറിച്ച് വെച്ചേക്കുക. ഇതിൻ്റെ ലോഗോ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തോ അങ്ങനെ ഇങ്ങനെ സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഓപ്ഷൻ എ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ആ ലോഗോയാണ്. ഡിബിയാൻ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോഗോയാണത്. ഡിബിയാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോഗോയാണ് ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതൊരു PC ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഡിബിയാൻ. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ കണ്ടത്, അതായത് ഓപ്ഷൻ സി ആയിട്ട് നിങ്ങൾ കണ്ടത്, ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, FreeBSD ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോഗോയാണെന്ന് നിങ്ങൾ കണ്ടിരുന്നത്. അതും ഒരു PC ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ഈ FreeBSD ഒരു PC ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. അടുത്തതായിട്ട് നിങ്ങൾ കണ്ടിരുന്നത് Mac OS ആണ്. അപ്പോൾ ഇതും ഒരു PC ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. പിന്നെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻ ബി ആണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കറക്കി കുത്തിയവർക്കൊക്കെ ശരിയാക്കിയവർക്കും വെൽ ഡൺ. അതേപോലെ തന്നെ അറിഞ്ഞിട്ട് ശരിയാക്കിയവർക്കും വെൽ ഡൺ. അപ്പോൾ നമ്മുടെ കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും പേര് നമ്മൾ പറയുന്നുണ്ട്. അതായത് PC ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള യൂണിക്സ്, ഇതൊരു PC ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പിന്നെ നേരത്തെ കാണിച്ച ഉത്തരമായിട്ടുള്ളതിനെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇത് യൂണിക്സ് എന്ന് പറയുന്നത് ഒരു PC ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അടുത്തതായിട്ട് വിൻഡോസ് ആണ്. വിൻഡോസ് PC മാത്രമല്ല, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടിയാണ്. അതേപോലെ തന്നെ വിൻഡോസിൻ്റെ മൊബൈലും ഉണ്ട്, വിൻഡോസിൻ്റെ PC ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടി ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലേക്ക് കിടക്കുകയാണ്. ആൻഡ്രോയിഡാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൊബൈലുകളിൽ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ലോഗോ കാണാൻ പറ്റും. ആ ലോഗോയാണ് നമ്മൾ ചോദ്യത്തിലിട്ടിരുന്നത്. അധികം ആൾക്കാർക്കൊന്നും അറിയുന്നുണ്ടാവില്ല ഇതേപോലത്തെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെന്ന്, പക്ഷേ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇത് ബ്ലാക്ക്ബെറി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോഗോയാണത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, ബ്ലാക്ക്ബെറിയുടെ ലോഗോ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം iOS ആണ്. അതായത് ഐഫോണൊക്കെ ഇറക്കിയിരിക്കുന്ന കമ്പനി, ആപ്പിളിൻ്റെ കമ്പനി. അത് PC ഉണ്ട്, അതേപോലെ തന്നെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ ഒരെണ്ണം ഉള്ളതാണ് സൈംബിയാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതും ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സൈംബിയാൻ എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിന് ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യം പറഞ്ഞത് ഡിബിയാൻ, ലോഗോ ശ്രദ്ധിക്കുക, ഡിബിയാൻ അതൊരു PC ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. FreeBSD അതൊരു PC ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. Mac OS ഒരു PC ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതൊരു PC ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിൻഡോസ് ഒരു PC ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അതേപോലെ തന്നെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടിയാണ്. ആൻഡ്രോയിഡ് ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ബ്ലാക്ക്ബെറി ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. iOS ഒരു PC ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടിയാണ്. സൈംബിയാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇത്ര നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇതിൻ്റെ ലോഗോ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണ്, അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് നമ്മുടെ IT VTS ക്ലാസ്സിൽ നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിലെ സെക്കൻഡ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണിത്. ഈ ചോദ്യം തന്നെ നമുക്ക് പറഞ്ഞിരുന്നു. അതായത് ഇത് വിശദമായിട്ട് സാറ് പറയുന്നുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണ്, ഏനിയാക്കാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ആ ക്ലാസ് കണ്ടിരുന്നവർക്ക് മനസ്സിലാക്കാം, ഇതിന് നിങ്ങൾ പെട്ടെന്ന് അതിശയിച്ചിട്ടുണ്ടാവാം, എല്ലാവരും അതിശയിച്ചിട്ടുണ്ടാവാം. കാരണം 6000 സ്വിച്ചും 1800 സ്ക്വയർ ഫീറ്റ് ഇതിന് സ്ഥലം വേണം.
വയ്ക്കാൻ വേണ്ടി. അതേപോലെ 6000 സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യണം. അതേപോലെ കുറേ വാക്വം ട്യൂബ്സ് 15000 വാക്വം ട്യൂബ്സ് എങ്ങാണ്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഈ ഏനിയാക്ക് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുത്താം. പലവർക്കും ഈ ക്വസ്റ്റ്യൻ അറിയാമായിരിക്കും. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഹൂ ഈസ് ദ ഡെവലപ്പർ ഓഫ് ടച്ച് സ്ക്രീൻ? ടച്ച് സ്ക്രീനിൻ്റെ ഡെവലപ്പർ ആരാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. നമ്മൾ ഉപയോഗിക്കുന്ന ടച്ച് സ്ക്രീൻ, അതായത് ലാപ്പുകളിലും മൊബൈലുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടച്ച് സ്ക്രീനിൻ്റെ ഡെവലപ്പർ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം നമ്മൾ. അതേപോലെ ചിന്തിക്കണതാണ് നമ്മുടെ ലിറ്റിൽ കൈറ്റ്സിന് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇതും ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ചോദ്യമാണ്, അതിലാണ് ജനറലായിട്ട് എടുത്തതാണ് ചോദ്യം അല്ലാതെ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നേരിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ ഹൂ ഈസ് ദ ഡെവലപ്പർ ഓഫ് ടച്ച് സ്ക്രീൻ എന്നുള്ളത്. അപ്പോൾ ബെൻഡ് സ്റ്റംപാണ് ഉത്തരമായിട്ട് വരുന്നത്. ബെൻഡ് സ്റ്റംപാണ് ദ ഡെവലപ്പർ ഓഫ് ടച്ച് സ്ക്രീൻ. ബെൻഡ് സ്റ്റംപ്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പടം ഇവിടെ കാണാവുന്നതാണ് സ്ക്രീനിൽ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഇന്ത്യാസ് ഫസ്റ്റ് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ഓൺ എഡ്യൂസാറ്റ് ഫോർ സ്കൂൾസ്. അതായത് ഇന്ത്യാസ് ഫസ്റ്റ് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ഓൺ എഡ്യൂസാറ്റ്. എഡ്യൂസാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി അയച്ചിരിക്കുന്ന സാറ്റലൈറ്റ് ആണ് എഡ്യൂസാറ്റ്. ഇന്ത്യാസ് ഫസ്റ്റ് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ഓൺ എഡ്യൂസാറ്റ് ഫോർ സ്കൂൾ ആണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന കൈറ്റ് വിക്ടേഴ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. കൈറ്റ് വിക്ടേഴ്സ്. പിന്നെ അടുത്ത ചോദ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, വിക്ടേഴ്സ് വാസ് ഇനാഗുറേറ്റഡ് ബൈ. ആരാണ് വിക്ടേഴ്സ് ഉദ്ഘാടനം ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാമാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ APJ അബ്ദുൽ കലാമാണ് ഉത്തരമായിട്ട് വരുന്നത്. വിക്ടേഴ്സ് വാസ് ഇനാഗുറേറ്റഡ് ബൈ APJ അബ്ദുൽ കലാം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, നെയിം ദ കീബോർഡ് യൂസ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ. നെയിം ദ കീബോർഡ് യൂസ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ. അത് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ്. QWERTY കീബോർഡ്. കാരണം നമ്മൾ കീബോർഡ് നോക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഇരിക്കുന്നത് QWERTY. അങ്ങനെയാണ് QWERTY കീബോർഡ് എന്ന് പേര് വന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ നമ്മളെ ലിറ്റിൽ കൈറ്റ്സിന് വേണ്ടി നമ്മൾ ഇനിയും വീഡിയോകൾ ഇടുന്നുണ്ട്, ഇനി പാർട്സ് ഇടുന്നുണ്ട് ഈ വീഡിയോയുടെ തന്നെ തുടർന്ന്. അതേപോലെ ഹാർഡ്വെയറിനെ കുറിച്ച് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് ഇതിന് ശേഷം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്നതാണ്. അതേപോലെ പാർട്ട് 1 വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടതാണ് ലെങ്ത്ത് കുറയ്ക്കാമോ എന്ന് പറഞ്ഞ് ഒരു കുട്ടി ഇട്ടിരിക്കുന്നത്. ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടതാണ് ലെങ്ത്ത് കുറയ്ക്കാമോ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ ഇട്ടിരുന്നു. അപ്പോൾ അത് ലെങ്ത്ത് കുറയ്ക്കാൻ ഞാൻ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ അത് ലെങ്ത്ത് ഓട്ടോമാറ്റിക്കലി കൂടി പോകുന്നതാണ്. ഇതിപ്പോൾ ലെങ്ത്ത് കുറവാണെന്ന് തോന്നുന്നു ഈ വീഡിയോയുടെ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിലാണ്.